നമുക്ക് നല്ലൊരു എഗ് ഫ്രൈഡ് മസാല ഉണ്ടാക്കിയാലോ ഇന്ന് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പാലപ്പത്തിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. 2 സവോളയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മാഗി ക്യൂബ്സും ഇത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചോപ്പറിൻ്റെ അകത്ത് ഗ്രേറ്റ് ചെയ്ത് തിന്നാക്കി എടുത്തു. അത് കുക്കറിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് വഴറ്റാനിട്ടു. അതിൻ്റെ കൂടെ മാഗി ക്യൂബ്സും കൂടി ഇട്ടു. മാഗി ക്യൂബ്സിന് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. പിന്നീട് മസാലകളെല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ ഇതിലേക്കിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നോടും വേണ്ടി വഴറ്റി കൊടുത്തു. നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഈ അളവിലുള്ള ചെറിയൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വരുമ്പോഴത്തേനും നല്ല കുറുക്കിയ ചാറോട് കൂടി വരും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇതിന് ശേഷം നമുക്ക് അത് അടച്ച് വെച്ച് 2 വിസിലടിക്കാൻ ചെറു തീയിൽ മീഡിയം സൈസ് തീയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എഗ് ഫ്രൈ ചെയ്തെടുക്കാം. ബുൾസൈ പോലെ ഒരു നടുവ് കുഴിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. അടച്ച് വെച്ച് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ബുൾസൈ റെഡിയാകും കേട്ടോ. അങ്ങനെ 3 മുട്ടയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ സമയമായപ്പോഴത്തേനും നമ്മുടെ കുക്കറിൽ കറിയെല്ലാം റെഡിയായി. മസാല നല്ല കുറുകിയ ചാറോടെ നല്ല ബ്രൗണിഷ് കളറോടെ വന്നില്ലേ. ഇത് ഏത് ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നീട് ഒരു പാൻ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് വിട്ട് വറ്റൽമുളക് വിട്ട് ഈ മസാല അതിലേക്കിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിച്ചിരിക്കുന്ന എഗ്ഗും കൂടി അതിലേക്ക് വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 2 സെക്കൻഡ് മതി, 2 മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ് മതി. എന്നിട്ടേനും നമ്മുടെ കറി റെഡിയായി. അപ്പം ഞങ്ങൾക്കിന്ന് പാലപ്പമാണ്. ബെറോട്ടയുടെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും എന്തും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം.